ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഷാൻ ഇമ്രാൻ ബ്ലോഗ്. ഞാനിത് ഇന്ന് മുംബൈ അന്തരി മാർക്കറ്റ് നൈറ്റ് നടക്കാൻ പോവാണ്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് മുംബൈ വിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണെന്നുള്ള. ഓക്കെ ഗൈസ്, അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. ഇതാണ് മുംബൈയിലെ അന്തരി നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നുള്ളത്. കാരണം ഇവിടെ നാട്ടിലെ പോലെയല്ല, ഏകദേശം 12 മണിയായാലും ആൾക്കാർ പബ്ലിക് ഒഴിഞ്ഞു പോകുന്നില്ല. അത്രയ്ക്കും പബ്ലിക്കാണ് ഇവിടെ. ഡ്രസ്സിൻ്റെതായാലും ചെരുപ്പിൻ്റെതായാലും പലതരം മാർക്കറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടെടുത്തേക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഗൾഫിൽ നിന്നെല്ലാം വരുന്ന ദുബായിൽ നിന്നെല്ലാം വരുന്ന സമയത്ത് നമ്മൾ വെറുതെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലേക്ക് വരികയാണ്. അതിനേക്കാളും ഏറ്റവും നല്ലതാണ് നമ്മൾ ബോംബെയിൽ വന്നിട്ട് ആ കാശും കൊണ്ട് ബോംബെയിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ദുബായിൽ നിന്ന് ചെയ്തതിൻ്റെ പകുതി പൈസയെ നമുക്ക് ഇവിടുന്ന് ആവുള്ളൂ. ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം, ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പറഞ്ഞ്. ബാക്കിയുള്ള സാധനങ്ങൾ ഒറിജിനൽ കിട്ടണമെങ്കിൽ ദുബായിൽ നിന്ന് തന്നെ പോകണം. കാരണം ബാക്കിയുള്ളതല്ല ഇവിടുന്ന് നമുക്ക് കിട്ടുന്നില്ലെന്ന് വെച്ചാൽ തട്ടിപ്പ് സാധനങ്ങളാണ്. പിന്നെ അവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നുള്ള. ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തുകയാണ്. നമ്മളെ നാട്ടിൽ ഇത് ചെയ്താൽ എപ്പം പോലീസ് പൊക്കിയെന്ന് നോക്കിയാൽ മതി. കാരണം നമ്പർ പ്ലേറ്റ് എല്ലാം മറിച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ ഇതൊന്നും ചെയ്താൽ തെറ്റില്ല എന്നുള്ളത്. കാരണം ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നില്ല, ത്രിബിളിലാണ് പോകുന്നുള്ളത്. അഭ്യാസ പ്രകടനം ഒരുപാട് നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് റൂമിൽ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിൽ പോയി റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബോംബെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ചിക്കൻ ലോലിപ്പോപ്പ്. നാട്ടിൽ ലോലിപ്പോപ്പ് എന്ന് പറയുന്നത് ഫോയിലൊക്കെ ചുറ്റിയിട്ടാണ് തരുന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല തരുന്നില്ല. പക്ഷേ കിടുവാണ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊതിപ്പിച്ച് കഴിക്കുന്നതൊന്നും വിചാരിക്കേണ്ട. കാരണം എനിക്ക് ടേസ്റ്റായി തോന്നുന്നത് നിങ്ങളുടെ മുമ്പിൽ കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് കഴിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കഴിച്ച് ഞാനിതാ റൂം വെക്കേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ എന്നെ യാത്രയാക്കാൻ എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ യാത്ര ബോംബെ എയർപോർട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നുള്ളത്. നമ്മളെ കൂടെ നമ്മളെ പൈലറ്റായിട്ട് നമ്മളെ സമീർ ഭായി ഉണ്ട്. അതേപോലെ പിറകിൽ ഇതാ മുബീൻ ഭായി. സമീർ ഭായി ഒരു ടാറ്റയ്ക്കോ. ഇതാ മുബീൻ ഭായി ഉണ്ട്. അതേപോലെ ഇതാ നബീൽ ഭായിയും ഉണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് യാത്ര അയക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞു വിഷമിച്ചിട്ട് കാര്യമില്ല, സന്തോഷം തന്നെയാണ് മുഖത്ത് വേണ്ടത്. അതാണ് നമുക്ക് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രസരിപ്പ് തന്നെ തരുന്നുള്ളത്.
അങ്ങനെ ഞാൻ പോവാണ് മുംബൈയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഞാൻ പോകുന്ന എൻ്റെ അടുത്ത യാത്ര ദുബായിലേക്കാണ്. അങ്ങനെ ഞാനിതാ മുംബൈ എയർപോർട്ടിലേക്ക് എത്തി. മുംബൈ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കൊച്ചി ഡൊമസ്റ്റിക്കിലേക്ക് പോയിട്ട് അവിടുന്ന് ഞാൻ ദുബായിലേക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് പോകണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകാൻ കാരണം എന്ന് വെച്ചാൽ നല്ല റേറ്റാണ്, അതുകൊണ്ടാണ്. കാരണം ഡയറക്റ്റ് സാധാരണ മുംബൈയിൽ റേറ്റ് കുറവാണ് ഉണ്ടാവുക ദുബായിലേക്ക്. ഇപ്പം അപേക്ഷിച്ച് കൊച്ചി കോഴിക്കോട് നിന്ന് നല്ല ചീപ്പ് റേറ്റ് ആയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ടച്ച് ഫ്ലൈറ്റായിട്ട് ഞാൻ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നുള്ളത്. അങ്ങനെ ഞാൻ കൊച്ചി എയർപോർട്ടിലേക്ക് എത്തിയിട്ടോ. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഫ്ലൈറ്റിൻ്റെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഉറക്ക ക്ഷീണം കാരണം ഞാൻ അതൊന്നും വീഡിയോ കവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് എന്നെ വണ്ടിയിൽ കൂടി എന്നെ ഇൻ്റർനാഷണലിലേക്ക് കൊണ്ടുപോവാണ്. കാരണം ഇതെല്ലാം ഒരു അനുഭവം നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് നടക്കണ്ടെന്ന് വെച്ചിട്ട് ഇവിടുന്ന് എൻ്റെ ഇൻ്റർനാഷണലിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ആരായാലും ഡൊമസ്റ്റിക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇൻ്റർനാഷണൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്നു പോകേണ്ട ആവശ്യമില്ല. നടക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടി ഇവിടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വണ്ടി യൂസ് ചെയ്യുക. അങ്ങനെ എൻ്റെ ബോർഡിംഗ് പാസും അതേപോലെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റിനെ വെയിറ്റ് ചെയ്യാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഏകദേശം ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 7:30 മണിയായി രാവിലെ. ഞാനിവിടെ ലാൻഡ് ചെയ്ത് തന്നെ ഏകദേശം പുലർച്ചെ 3 മണിക്കാണ് ഞാനിവിടെ ലാൻഡ് ചെയ്തത് ബോംബെയിൽ നിന്ന്. ഇനി അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ദുബായിലുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഓക്കെ, ടാറ്റ, ബൈ.